രാത്രി ഒരു എസ്റ്റേറ്റ് മുഴുവൻ അടിച്ചു പറക്കിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. പിന്നെ രാഖിയെ തേടി ഞങ്ങൾ അവിടെയും പോയി. ആദ്യം സാഗരൻ രാഖി കേട്ടില്ല. പിന്നെ ഞാനും അതിന് നിലപാടൊന്നും മാറ്റിയപ്പോൾ അവർക്ക് കുട്ടിയെ വിട്ടു തരേണ്ടി വന്നു. ഇവിടെയും ജഗൻ സഹായിക്കാൻ എത്തിയല്ലോ. ജഗൻ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് മോളെ തിരിച്ചു കിട്ടില്ലായിരുന്നു. നന്ദിയുണ്ട് മോനെ. നന്ദി പറയേണ്ടത് ദൈവത്തോടാണമ്മേ. അപകടം നിറഞ്ഞ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് നിയമോളെ തിരയേണ്ടി വന്നു. ആപത്തൊന്നും കൂടാതെ ഞങ്ങളും ജീവനോടെ നിയമോളം തിരിച്ചെത്തിയത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആയിരിക്കാം. പക്ഷേ ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തത് മോനെ. മോനെ, നിനക്കെപ്പോഴും നല്ലതേ വരും. എല്ലാവരും പള്ളിയോർക്കം ഉണർന്നോ? വിളിച്ചുണർത്താൻ വന്നതാ ഞാൻ. പോത്തുപോലെ വളർന്ന 2 ആങ്ങളമാര് വന്ദനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാപത്ത് വന്നപ്പോ സഹായിക്കാൻ ജഗനെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോരോ ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോഴേ വീട്ടുകാരുടെ സമ്മതം കൂടി ചോദിക്കണം. അല്ലാതെ വീട്ടിലുള്ളവരെ വെല്ലുവിളിച്ച് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോ കൂട്ടിനാരും കടന്നു വരില്ല. വന്ദന തന്നിഷ്ടപ്രകാരല്ലേ ദിയമോളെ ഏറ്റെടുത്ത് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ നോക്കുന്നു. വീമ്പളക്കിയവളല്ലേ? അങ്ങനെയുള്ളവളുടെ ഒരു പ്രശ്നത്തിനും ഇടപെടേണ്ട കാര്യമില്ല. എന്തായാലും നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് നിന്റെ മഹാമനസ്കതയൊന്നും വേണ്ടി വന്നില്ലല്ലോ. വെറുതെ നാക്കിട്ടടിക്കാതെ മിണ്ടായിരിക്കടാ. ജഗൻ ഇരിക്കും മോനെ. ഈ കുഞ്ഞിനെ രക്ഷിച്ച് നിനക്ക് കോടി പുണ്യം കിട്ടും മോനെ. രാഖിയുടെ വീട്ടിൽ നിന്നല്ലേ കുഞ്ഞിനെ കിട്ടിയേ. ഒരു തുള്ളി വെള്ളം പോലെ ഈ കുഞ്ഞിന് കൊടുത്തു കാണില്ല. സുചിത്ര, കുഞ്ഞിന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും മോളെ. ഇപ്പൊ ഉണ്ടാക്കാം അച്ഛമ്മേ. വാ മോളെ. ചെല്ലേ മക്കളെയല്ലേ. ഗോകുൽ ചേട്ടനും വാ. ഏതായാലും അടുത്ത കാലത്തൊന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ രാഖിയും സാഗറും ധൈര്യപ്പെടില്ല. എന്നാലും നിയമങ്ങളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു പ്രത്യേക ശ്രദ്ധ വേണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോനെ, നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അച്ഛാ, ഈ മുത്തശ്ശിയുടെയും നിങ്ങളുടെ ഒക്കെ സ്നേഹം മാത്രം മതി എനിക്ക്. ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നേരം വെളുത്തു. ഇനി യാത്ര പറയുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ടമ്മേ, അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. ശരി. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിയുണ്ട്. എന്റെ മുമ്പിൽ വന്ന് നന്ദി പറയുന്നത് വന്ദന തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. അന്ന് ഭിക്ഷക്കാരിൽ നിന്ന് രക്ഷിച്ചത് മുതൽ ദൈവങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യം എനിക്കുണ്ട്. വന്ദനയ്ക്ക് മാത്രമല്ല, ദൈവമോൾ എനിക്കും പ്രിയപ്പെട്ടവളാണ്.
ഭീമോൾക്കോ വന്ദനയ്ക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ അറിയിച്ചാൽ മതി. ഏത് സമയത്ത് ഞാനെത്തും. ഇത് ജഗന്റെ വാക്കാ. ആ, അല്ലാതെ തന്നെ പല കാര്യത്തിൽ ഇടപെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി തല്ലും വഴക്കും ഉണ്ടാക്കുന്നവനാ ഞാൻ. പലപ്പോഴും ഞാൻ തല്ലുണ്ടാക്കുന്നത് കണ്ട് വന്ദന എന്നെ തെരുവുകൊണ്ടയായും തെമ്മാടിയായിട്ടൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ വന്ദനെ? ഞാൻ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നതിന്റെ ദേഷ്യവും വെറുപ്പും ഒക്കെ വന്ദനയുടെ മനസ്സിലുണ്ട്. കുറേശ്ശെയായിട്ട് ഞാൻ മാറ്റിയെടുത്തെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും വന്ദനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നല്ല കാര്യം ചെയ്താൽ പോലും വന്ദന മുഖം വെറുപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ തെറ്റിദ്ധാരണ വെച്ച് പരിഭവിക്കുന്ന വന്ദനയുടെ മുഖം, അത് കാണാൻ എനിക്കിഷ്ടമാണ്. കാമുകിയുടെ പരിഭവിക്കുന്ന മുഖം കാണാൻ ഏത് കാമുകനും ഇഷ്ടമാണ്. കണ്ടോ വീണ്ടും ഭാവം മാറി തുടങ്ങി. മനസ്സിൽ എന്നോടുള്ള ഇഷ്ടക്കേടുകളൊക്കെ മാറ്റിവെച്ച് മനസ്സ് തുറന്നൊരു നോട്ടം, ഒരു പുഞ്ചിരി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഇപ്പൊ വേണ്ട. എന്നോടുള്ള വെറുപ്പുകൾ എന്നേക്കുമായിട്ട് മാറ്റിവെച്ചിട്ട് എന്നെ നല്ലവനായിട്ട് കാണുന്ന ആ ദിവസം മാത്രം മതി. ആ പുഞ്ചിരി, ആ നോട്ടം. ഞാൻ പോട്ടെ.